ഹായ് ഹലോ, നമുക്കിന്നൊരു ലവലോലിക്ക ഉപ്പിലിട്ടത് ഉണ്ടാക്കിയാലോ. അതിലേക്ക് ഞാൻ കുറച്ച് ലവലോലിക്ക നന്നായിട്ട് വിളഞ്ഞതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 കിലോയോളം ഉണ്ട്. ഇതിലേക്ക് നമ്മൾ പച്ചമുളകും ചേർത്തിട്ട് ഉപ്പിലിട്ട് വയ്ക്കാൻ പോവുകയാണ്. ഞാനൊരു 20 പച്ചമുളക് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല എരിവുള്ളതാണ്. അത് ചെറുതായിട്ട് നടുക്കൊന്ന് കീറിയിട്ട് ലവലോലിക്കയിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ഉപ്പിറങ്ങാനും പച്ചമുളകിലേക്കുള്ള എരിവ് ഉപ്പിലിട്ടതിൽ ഇറങ്ങാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. 1 ലിറ്റർ വെള്ളം ഞാൻ 4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പച്ചമുളകും ലവലോലിക്കയും ചേർത്ത് കൊടുക്കാം. മൊത്തമായിട്ട് തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിവേപ്പിലയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും സ്വാദുമാണ്. നന്നായി തവി വെച്ചിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. 2 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഉപയോഗിച്ച് തുടങ്ങാൻ പാടുള്ളൂ. എന്നാലാണ് ശരിക്കും ഉപ്പൊക്കെ നന്നായിട്ട് കായിൽ പിടിച്ചിട്ടുണ്ടാവുള്ളൂ. എരിവും അതുപോലെ കായലിറങ്ങിയിരിക്കും. നമുക്ക് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 2 ദിവസം കഴിഞ്ഞു. നമ്മുടെ ലവലോലിക്ക ഉപ്പിലിട്ടത് റെഡിയായി വന്നിട്ടുണ്ട്. ഉപ്പുവെള്ളത്തിൽ നന്നായി സോക്കായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ, നമ്മുടെ അടിപൊളി ലവലോലിക്ക ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അച്ചാർ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് മുളക് പൊടിയും കായവും ഉലുവാപ്പൊടിയും ചേർത്തിട്ട് കടുക് വറുത്തെടുത്താൽ മതിയാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.